الحمدلله نحمده ونستعينه ونستغفره ونستهدي به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹ സമ്പന്നരായ സ്ഥിതിവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസ്ലഭ മുഹൂർത്തങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മളേറെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച് കഠിന പ്രയത്നങ്ങൾ നേടിക്കൊണ്ട് പലതും നമ്മൾ എടുക്കാറുണ്ട്. ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഉന്നതമായ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കോഴ്സൊക്കെ പൂർത്തിയാക്കി നിലയും വിലയുമുള്ള ഒരു സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിക്കൊണ്ട് വരുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അവനും നാട്ടുകാർക്കും ഈ അടുത്ത കാലത്തായുള്ളൊരു പ്രവണതയാണ്. അങ്ങനെ ഉന്നതമായൊരു കോഴ്സ് നേടി വരുന്ന തൻ്റെ നാട്ടിലെ ഒരു കുട്ടിയെ അവിടുത്തെ ഏതെങ്കിലും സന്നദ്ധ സംഘടനയുടെയോ ക്ലബ്ബുകളുടെയോ മതസംഘടനയുടെയോ ഒക്കെ നേതൃത്വത്തിൽ ആദരിക്കലും അതേ രൂപത്തിൽ അവന് പ്രത്യേകമായ അനുമോദനത്തിൻ്റെ ഫലകങ്ങൾ നൽകലുമൊക്കെ സാധാരണമായി വന്നിരിക്കുകയാണ്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് ഒരു കോഴ്സിന് വേണ്ടി ഒരു വിദ്യാർത്ഥിയെ പറഞ്ഞയച്ച് എത്ര വർഷമാണോ ആ കോഴ്സിന്റെ കാലാവധി, ആ കാലാവധി പൂർണ്ണമായും ആ കോഴ്സിന് വേണ്ടി അവൻ ചെലവഴിച്ച് അവസാനം പരീക്ഷയുടെ സന്ദർഭമാകുമ്പോൾ പരാജിതനായി, അതല്ലെങ്കിൽ പരീക്ഷ തന്നെ എഴുതാതെ മടങ്ങി വരുന്ന ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ, വിദേശത്തൊരു ജോലി നേടാൻ വേണ്ടി അങ്ങോട്ട് പോയി അവിടെ താൻ ആഗ്രഹിച്ചതിനേക്കാളും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ജോലിയൊക്കെ ലഭിച്ചു. ഉടനെ തന്നെ ആ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി വരുന്ന ഒരു മനുഷ്യന്റെ ഒരവസ്ഥ. കഠിന പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ട് അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കാനുള്ള ഏറ്റവും വലിയ അസുലഭമായ ഒരു മുഹൂർത്തത്തെ അത് കയ്യിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോരുന്ന ഒരു മനുഷ്യൻ ഹതഭാഗ്യനാണ് അല്ലേ? നമ്മളൊക്കെ പറയും അവനെ കുറിച്ച് വല്ലാത്തൊരു നഷ്ടമാണ് ആ മനുഷ്യൻ വരുത്തിയത് എന്ന്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ
ഏറ്റവും വലിയ നേട്ടമെന്നത് സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്. ഈ പരിശുദ്ധ റമദാനിൽ ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ അതിലേക്ക് കടന്നു ചെല്ലാൻ, ആ സ്വർഗത്തിന്റെ സാമീപ്യം ലഭിക്കുന്നതിന് വേണ്ടി കഠിനമായ പ്രയത്നങ്ങളിലൂടെ ധാരാളമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പാരായണങ്ങൾ ഒന്നല്ല രണ്ടല്ല അതിലധികം പ്രാവശ്യം ഓതി തീർത്ത ആളുകളുണ്ട്. ഒരു പ്രാവശ്യം പോലും ഓതി തീർക്കാത്ത ആളുകളും ഉണ്ട്. ഖുർആൻ പഠനത്തിനു വേണ്ടി സമയം ചെലവഴിച്ച ആളുകൾ, ജീവിതത്തിൽ ദിക്റുകളും ദുആകളുമായും കൊണ്ട് തൻ്റെ രാത്രിയെ ജീവസുറ്റതാക്കിയ ആളുകൾ, ജനങ്ങളെല്ലാം കടന്നിറങ്ങുന്ന സന്ദർഭത്തിൽ തൻ്റെ ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് കരഞ്ഞ കണ്ണുകളുമായി അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന ആളുകൾ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന, തിന്മകളിൽ നിന്നും സമ്പൂർണമായി വിട്ടുനിന്നുകൊണ്ട് റമദാൻ മാസമാണ്, പാടില്ല, നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി തിന്മകളെ വർജിച്ച, അതിനെ ഒഴിവാക്കിയ ആളുകൾ രാത്രി നിന്ന് നമസ്കരിക്കാൻ, ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു തറാവീഹ് നമസ്കാരം ഉണ്ടായിട്ടും എനിക്ക് ഏറ്റവും അഫ്ളലായ ആ സമയം, ആ ഖിയാമുൽ ലൈലിന്റെ ആ ഒരു സമയത്ത് ഞാൻ സന്നദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് ഖിയാമുൽ ലൈലിന്റെ സമയത്ത് ഇറങ്ങി വന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, ഈ രൂപത്തിൽ സ്വർഗത്തിന്റെ പാതയിൽ നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. ആ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞു നടക്കുക എന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി നമ്മൾ കാണേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നു വച്ചിട്ടുണ്ട്. സ്ഥിരതാമസത്തിന്റെ സ്വർഗമെന്നാണ് സൂചിപ്പിച്ചത്. ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഫിൽ ജന്നതി സമാനിയത്തു അബ്വാബ്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയായി കഴിഞ്ഞാൽ ആ സ്വർഗത്തിന്റെ വാതിലുകൾ വഫുതിഹത് അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. ഫലം യുഗ്ലഖ് മിൻഹാ അബ്വാബുൻ, പിന്നെ അതിൽ നിന്ന് ഒരു വാതിലും അടക്കപ്പെടുകയില്ല. അപ്പൊ റമളാനിന്റെ 1-ന്റെ അന്ന് സമ്പൂർണമായി മലർക്കെ തുറക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ആ 8 കവാടങ്ങൾ അത് പിന്നെ അടക്കുന്നില്ല എന്നാണ്. സഹോദരന്മാരെ, അതിലൂടെ ആളുകൾക്ക് മത്സരിച്ച് കയറുന്നതിന് വേണ്ടി, ആർക്കു വേണ്ടിയാണിത്? ആർക്ക് വേണ്ടിയിട്ടാ ഈ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുള്ളത്? ആരാണ് അതിലൂടെ കടന്നു പോകുന്നത്? അല്ലാഹു ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നു, വസീഖല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ നയിക്കപ്പെടുന്നു. ഇലൽ ജന്നതി സുമറ, സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായിട്ട്, സംഘങ്ങളായിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഹത്താ ഇദാ ജാഊഹാ, അവർ അതിന്റെ അടുക്കലെത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹാ, ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അല്ലാഹനെ ഇത്തഖൂ റബ്ബഹും, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അവരതിന്റെ കവാടത്തിന്റെ അടുക്കലെത്തുമ്പോ അതിന്റെ കവാടങ്ങൾ ഇതാ തുറക്കപ്പെടുന്നു. വഖാല ലഹും ഖസനതുഹാ, എന്നിട്ട് ആ സ്വർഗത്തിന്റെ കാവൽക്കാരവരോട് പറയുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് റബ്ബിന്റെ സമാധാനം ഉണ്ടാകട്ടെ. ത്വയ്ബത്തും, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലത് പ്രവർത്തിച്ചിട്ടുണ്ട്, സംശുദ്ധമായ ജീവിതം, നല്ല പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് നിങ്ങൾ ശാശ്വതവാസികളായിട്ട് സ്വർഗത്തിലേക്ക് കയറിക്കോളൂ.
രണ്ട് കാര്യം പറഞ്ഞു. ഇത്തഖൗ റബ്ബഹും, റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ. പിന്നെ പറഞ്ഞു ത്വിബ്തും, സംശുദ്ധ ജീവിതം നയിച്ച ആളുകൾ, നന്നായി ജീവിച്ച ആളുകൾ. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് മുത്തഖീങ്ങളാണ്, നല്ല ജീവിതം നയിച്ച ആളുകളാണ്. അതാ റമളാനിന്റെ തുടക്കത്തിൽ ഓതി വെച്ച വചനങ്ങളിൽ ശഹ്റു റമളാനല്ലദീ എന്ന് തുടങ്ങുന്ന വചനത്തിന്റെ അവസാനം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നന്നാകാൻ വേണ്ടി. നമ്മളൊന്ന് നന്നായി പരിശുദ്ധ ജീവിതത്തിന്റെ ആളുകളായി മാറാൻ വേണ്ടി ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആ സ്വർഗ കവാടത്തിലൂടെ കയറാൻ നമുക്ക് സാധിക്കുമോ? ഇനി നോക്കിയേ, ഒരു വിഭാഗത്തെ കൂടി ഖുർആൻ സൂചിപ്പിക്കുന്നു. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, ആ സ്വർഗത്തോപ്പുകൾ അതിലേക്ക് പ്രവേശിക്കുന്നു. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന് സദ്വൃത്തരായ സൽപ്രവർത്തനങ്ങൾ ചെയ്ത ആളുകള്, വ അസ്വാജിഹിം, അവരുടെ ഇണകളിൽപ്പെട്ട ആളുകള്, വദുരിയാതിഹിം, അവരുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളും. ജന്നാത്തു അദ്ൻ, ആ സ്വർഗത്തോപ്പ് എന്താണ്? യദ്ഖുലൂനഹാ, അവരതിൽ പ്രവേശിക്കുന്നു. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിലും ഇണകളിലും മക്കളിലും പെട്ട ആളുകളും അതിലേക്ക് പ്രവേശിക്കുന്നു. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എന്നിട്ട് മലക്കുകൾ എല്ലാ ഭാഗങ്ങളിലൂടെയും എല്ലാ വാതിലുകളിലൂടെയും അവരിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് റബ്ബിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. എന്തേ കാരണം? ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ. കണ്ടോ, നിങ്ങൾ ക്ഷമിച്ച കാരണത്താൽ നിങ്ങൾക്ക് റബ്ബിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മറ്റൊരു കാരണം. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തില് സ്വർഗപ്രവേശനത്തിന് ഒരുപാട് അവസരങ്ങൾ ഈ റമളാനിലൂടെ നമ്മൾ നേടി. നമ്മൾ റമളാനിൽ കരസ്ഥമാക്കിയ ഒരുപാട് അമലുകൾ കഴിഞ്ഞ ഷഅബാനിലോ അതിനു മുമ്പുള്ള മാസങ്ങളിലോ നമ്മൾ ചെയ്യാത്ത ഒരുപാട് അമലുകൾ ഈ റമളാനിൽ നമ്മൾ ചെയ്തു കൂട്ടി. ഈ റമളാനിൽ നമ്മൾ മത്സരിക്കുകയായിരുന്നു. ദിനംപ്രതി നമ്മൾ പ്രാർത്ഥനകളിലായി കഴിച്ചു കൂട്ടി. നമ്മുടെ പാപങ്ങൾ ഈ റമളാനോടുകൂടി കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചോ? ആ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആ രാവിനെ ജീവസ്റ്റിതാക്കാൻ നമുക്ക് സാധിച്ചോ? എത്ര ആളുകൾ ആ രാത്രിയിൽ ഉറക്കൊഴിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി സമയം ചെലവഴിച്ചു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ കഴിഞ്ഞ ഒരു മാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ആ പാപങ്ങൾ കഴുകിക്കളയുന്ന വിഷയത്തിൽ ഇപ്പോഴും നമ്മൾ അശ്രദ്ധരായിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്. നമ്മൾ നേരത്തെ പഠിച്ച ആയത്തുകളും ഹദീത്തുകളും ഉണ്ട്. റമളാൻ കടന്നു വന്നിട്ട് പാപങ്ങൾ കഴുകിക്കളയാത്തവൻ നഷ്ടക്കാരന്, അബ്അദഹുല്ലാ, അല്ലാഹുവിനെ അകറ്റട്ടെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ആ തൗബ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കേണ്ടതുണ്ട്. ഇനി തൗബ ചെയ്യാത്ത ആളുകളാണെങ്കിലോ അവരെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചു, വമല്ലം യതുബ്, തൗബ ചെയ്യാത്ത ആളുകൾ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ. സൂറത്തുൽ ഹുജറാത്തിൽ 49-ാമത്തെ വചനത്തിൽ അല്ലാഹ് സൂചിപ്പിക്കാം, തൗബ ചെയ്യാത്ത ആളുകൾ, അതിന് മനസ്സ് വരാത്ത ആളുകൾ, അതിനൊരുങ്ങാത്ത ആളുകൾ, സഹോദരന്മാരെ, അവർ ളാലിമീങ്ങളാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൗബ ചെയ്ത് സ്വാലിഹുകളുടെ കൂട്ടത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന തഫ്സീർ സഅദിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ജനങ്ങൾ രണ്ട് വിഭാഗമാണ്. ളാലിമുൻ ലിനഫ്സിഹി ഗൈറ തായിബ്, തൗബ ചെയ്യാതെ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഓൻ തൗബ ചെയ്യൂല. ളാലിമുൻ ലിനഫ്സിഹി എന്നാ സൂചിപ്പിച്ചത്, സ്വന്തത്തോട് ദുൽമ ചെയ്യുന്ന മനുഷ്യൻ. വതായിബുൻ മുഫ്ലിഹ്, തൗബ ചെയ്തുകൊണ്ട് വിജയം വരിക്കുന്ന ആള്. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു വിഭാഗം തന്നെ ഇല്ല. മനുഷ്യരെ വേർതിരിച്ചാൽ രണ്ട് വിഭാഗം. ഒന്ന് തൗബ ചെയ്ത് വിജയിക്കുന്ന ആളുകൾ, ഒന്നോ തൗബ ചെയ്യാതെ സ്വന്തത്തോട്
അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, നമ്മൾ തൗബ ചെയ്യുന്നവരായിരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തൗബത്തു നസഹു, ഇഖ്ലാസോടുകൂടിയുള്ള സംശുദ്ധമായ തൗബ, അൻ യതൂബ മിനദ്ദംബി, തെറ്റിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ളതാണ്. സുമ്മ ലാ യഊദു ഇലൈഹി, പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുക. തൗബത്തൻ നസൂഹ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ തൗബ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങിയിട്ട് പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കലാണ്. കമാ ലാ യഊദുൽ ലബനു ഇലദ്ദർ, അകിടിലേക്ക് പാല് തിരിച്ചു കയറാത്തതുപോലെ, ഒരു അകിടിൽ നിന്ന് പാല് കറന്നെടുത്താൽ പിന്നീട് ആ പാല് അകിടിലേക്ക് കടന്ന് തിരിച്ച് കയറിപ്പോകാത്തതുപോലെ, തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റിന് റബ്ബിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടി രക്ഷയ്ക്ക് വേണ്ടി തേടിയതിനു ശേഷം വീണ്ടും പാല് അകിടിലേക്ക് പോകാത്തതുപോലെ ആ തിന്മയിലേക്ക് മടങ്ങിപ്പോകാതിരിക്കലാണ് തൗബ. തൗബ എന്നത് അങ്ങനെയാണ്. തൗബ ഉണ്ടല്ലോ, എന്നാൽ എന്തും ചെയ്യാം, എത്രയും തെറ്റ് ചെയ്യാം, ഒന്ന് തൗബ ചെയ്താൽ മതി എന്നുള്ളതല്ല. തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുക എന്നുള്ളതാണ്. നോക്കുക നിങ്ങൾ സഹോദരന്മാരെ, കിട്ടിയ അവസരമാണ്. ഈ റമദാനിൽ നമുക്ക് ജീവിക്കാൻ അള്ളാഹു അവസരം തന്നു എന്നത് അള്ളാഹുവിന്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മുൻഗാമികളായ ചില പണ്ഡിതന്മാര് പറഞ്ഞതെന്താ അറിയോ? സുയിലൻ ബഅദി സലഫ്, ചില സലഫുകളായ മുൻഗാമികൾ ചോദിക്കപ്പെട്ടു, അൻ ഉനാസിൻ യതഅബ്ബദൂന ഫീ റമളാന, റമളാനിൽ ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചു. ഫൈദൻ സലഖ റമളാനു തറകു, റമളാൻ അങ്ങോട്ട് പോയാൽ ഓലാ പണിയൊക്കെ നിർത്തും ചെയ്യും. റമളാനിൽ ഉഷാറായിട്ട് പ്രവർത്തിച്ച മനുഷ്യന്മാരെ കുറിച്ച് മുൻഗാമികളായ ചില സലഫുകളോട് ചോദിച്ചപ്പോ എന്താ ചോദിച്ചത്? കുറച്ച് ആളുകളുണ്ട്, അവര് റമളാൻ മാസം വന്നാല് സജീവമായിട്ട് ഇബാദത്തുകളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ്. റമളാൻ പോകുന്നതോടുകൂടി ആ പ്രവർത്തനങ്ങളും അങ്ങ് അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എന്താ അറിയോ? ബിസൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമളാൻ, റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുന്ന ഈ ഖൗം എത്ര മോശപ്പെട്ട ആളുകളാണ് എന്ന. റമളാനിലൊക്കെ ഉഷാറായിട്ടുണ്ട്, റമളാൻ മാസത്തിലൊക്കെ നല്ല സജീവായിരുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പണ്ഡിതന്മാര് സൂചിപ്പിക്കുകയാണ്, ആ റമളാനിൽ മാത്രം തൊപ്പിയിട്ട് അല്ലെങ്കിൽ ഒരുങ്ങി വരുന്ന, തൊപ്പിയെ മോശമല്ല, തൊപ്പിയിട്ട് നല്ല ആളായിട്ട് നല്ല ആബിദായി ഒരുങ്ങിയിറങ്ങുന്ന മനുഷ്യൻ ആ റമളാനോട് കൂടി ആ തൊപ്പി ഊരി അല്ലെങ്കിൽ ആ ഒരു രൂപം മാറി പിന്നെ പഴയതിലേക്ക് മടങ്ങുകയാണ് എങ്കിൽ അവൻ എത്ര മോശം, എത്ര ബിഇസ എന്നാണ്. ബിഇസൽ ഖൗമു ലാ യഅരിഫൂനല്ലാഹ്, അല്ലാഹനെ അറിയാത്ത ആളുകൾ എത്ര മോശം. ഇല്ലാ ഫി റമളാൻ, റമളാനിൽ മാത്രമല്ല, റമളാനിൽ മാത്രമേ അവർക്ക് അള്ളാഹനെ അറിയുള്ളൂ, റമളാനിൽ നന്നാവും, അത് കഴിഞ്ഞാൽ തിരിഞ്ഞു പോവുകയും ചെയ്യുമെന്നാണ്. സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ റമളാനിൽ പല പ്രാവശ്യം കേട്ടതാണ്, വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണമെത്തുന്നത് വരെ, യഖീൻ വരുന്നത് വരെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് റമളാനിന്റെ ഈ അവസാന സന്ദർഭത്തിൽ. സഹോദരന്മാരെ, ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ഈ റമളാൻ നമ്മുടെ മുമ്പിലുള്ളത്. പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഫിത്ർ സക്കാത്ത് എന്നൊരു വിഷയം. സാധാരണ നമ്മളൊക്കെ കൊടുക്കാറുണ്ട്, എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത ചില ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ പഠിപ്പിച്ചത് സകാത്തുൽ ഫിത്ർ ഫറള എന്നാണ്, നിർബന്ധമാക്കി. നോമ്പുകാരന് തുഹ്റത്തൻ ലിസ്വായിമി, നോമ്പുകാരൻ ഒരു ശുദ്ധീകരണം, അവന്റെ നോമ്പിൽ വന്നുപോയ അപാകതകളെ ദൂരീകരിക്കാൻ, ക്ലിയർ ചെയ്യാൻ. വതുഅമതൻ ലിൽ മസാകീൻ, നാട്ടിലെ പാവങ്ങൾക്ക് ഒരു ഭക്ഷണമായും കൊണ്ടും, നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പ്രയാസപ്പെടുന്ന, പട്ടിണിയായിരിക്കുന്ന, പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാനില്ലാത്ത പാവങ്ങളായ ആളുകൾക്ക് ഒരു ഭക്ഷണവും അതോടൊപ്പം കൊടുക്കുന്നവന്റെ ജീവിതത്തിൽ അവന്റെ പോരായ്മകളെ, നോമ്പിലുള്ള പോരായ്മകളെ ദൂരീകരിക്കാനുള്ള ഒരു അവസരവുമാണ് എന്ന് റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സകാത്തുൽ ഫിത്രി മിൻ റമളാന അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ മുഴുവൻ ആളുകൾക്കും സകാത്തുൽ ഫിത്ർ ഫറളാക്കിയിട്ടുണ്ട് എന്നാണ്. വേറെ ഹദീസ് കാണാം, ഫറള സകാത്തുൽ ഫിത്രി മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന ഹുർറൻ ഔ അബ്ദൻ ഔ റജുലൻ ഔ ഇംറഅതൻ സഗീറൻ ഔ കബീറ. വലിയവനോ ചെറിയ, മുതിർന്ന ആളുകളോ കുട്ടികളോ, ആണോ പെണ്ണോ, സ്വതന്ത്രനോ അടിമയോ, ആരാണെങ്കിലും ശരി, അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് ഫറളാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കൊക്കെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നമ്മൾ നൽകേണ്ടതുണ്ട്. അത് എപ്പോൾ കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതൊരു ദിവസം നേരത്തെ തന്നെ കൊടുക്കാം. അത് ആളുകൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായിരിക്കണമെന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. വഅമറ ബിഹാ, അതുകൊണ്ട് കൽപ്പിച്ചു, അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസ് ഇല സ്വലാ, ജനങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് അത് അവർക്ക് എത്തിച്ചു കൊടുക്കണം. ഏതായാലും അവർ പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരും, അല്ലെങ്കിൽ ഈദ്ഗാഹിലേക്ക് വരുമല്ലോ, എന്നാ അവിടുന്ന് അങ്ങോട്ട് കൊടുക്കാം. അല്ല, ഈദ് നമസ്കാരത്തിന് അവര് ഇറങ്ങുന്നതിന് മുമ്പ്, പുറപ്പെടുന്നതിന് മുമ്പ് അവരുടെ വീടുകളിലേക്ക് ആ അരി അല്ലെങ്കിൽ ആ ഭക്ഷണം, ആ ഫിത്ർ സക്കാത്തിന്റെ ഓഹരി അവരുടെ വീടുകളിലേക്ക് എത്തിക്കണമെന്നാണ്. ആ രൂപത്തിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. വകാനു യുഅതൂന ഖബ്ല ഫിത്രി ബിയൗമിൻ ഔ യൗമൈൻ, പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് വരെ അത് കൊടുക്കാം. ചില ആളുകൾ പറയാറുണ്ട്, മാസം കണ്ടതിന് ശേഷം, പിറ കണ്ടതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. സ്വഹാബത്തൊക്കെ 1-2 ദിവസം മുമ്പ് മുതൽ തന്നെ അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പെരുന്നാള് നമസ്കാരത്തിന് ശേഷം ഫിത്ർ സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ അത് ഫിത്ർ സക്കാത്ത് ആവുകയില്ല, അത് വെറും ഒരു ദാനമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ തുഹ്റത്തൻ ലിസ്വായിമി, നോമ്പുകാരുടെ ശുദ്ധീകരണമാണ്. മസാകിൻ, പാവങ്ങൾക്കൊരു ഭക്ഷണ. അപ്പൊ കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പിലെ വന്ന പോരായ്മകളെ ദൂരീകരിക്കാനുള്ളതാണ്. അപ്പൊ അത് പെരുന്നാളിന് ശേഷമാണ് കൊടുക്കുന്നത് എങ്കിൽ ഈ ഒരു കാര്യം അവിടെ നടക്കുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറളാക്കി. മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തും മഖ്ബൂല, സ്വലാത്ത് നമസ്കാരത്തിന് മുമ്പ് അത് നിർവഹിച്ചാൽ അത് സ്വീകാര്യമായ ഒരു സകാത്താണ് എന്ന് പറഞ്ഞാൽ ആ ഫിത്ർ സകാത്താണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാ, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് അത് നൽകുന്നത് എങ്കിൽ ഫഹിയ സദഖത്തും മിൻ സദഖാത്ത്, അത് വെറും ഒരു ദാനം മാത്രമായിട്ടേ മാറുകയുള്ളൂ, ഫിത്ർ സകാത്ത് വീടുകയില്ല എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കൊടുക്കേണ്ടത് എന്താണ്? നാട്ടിലെ ഭക്ഷണമാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സാമിൻ തംറ് ഔ ശഈർ, ഗോതമ്പോ കാരക്കയോ ഒക്കെ കൊടുത്തു എന്ന് കാണാൻ സാധിക്കും. വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സാമിൻ തഅം, ഒരു ഭക്ഷണം, നാട്ടിലെ ഭക്ഷണം, അല്ലെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ കാരക്ക, അതല്ലെങ്കിൽ അവര് വെണ്ണ കൊടുത്തു എന്ന് കാണാൻ സാധിക്കും, സബീബ് കൊടുത്തു, ഉണക്കമുന്തിരി കൊടുത്തു എന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ നാട്ടിലെ പ്രധാന ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മളൊക്കെ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടില് എല്ലാ ആളുകളും അന്ന് ഒരേ അരി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, പണക്കാരനാണെങ്കിലും ശരി പാവപ്പെട്ടവനാണെങ്കിലും ശരി എല്ലാവരും ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണതയുണ്ടാകാൻ വേണ്ടി നമ്മൾ വ്യക്തികളിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ട് അതിന് അരി വാങ്ങിക്കൊണ്ട് അർഹരായ ആളുകൾക്ക് ഭക്ഷണം സാധനം തന്നെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. നമ്മുടെ ഈ മഹല്ലിലും ഫിത്ർ സക്കാത്തിന്റെ കളക്ഷന് ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിക്കും, ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കുമെന്നാണ് മഹല്ല് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. 130 രൂപയാണ് ഒരാൾക്കുള്ളത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ അരിയുടെ വില അനുസരിച്ച് കൊണ്ടാണ് നിശ്ചയിച്ചത്. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അത്
വലിയവനാണെങ്കിലും ശരി, ചെറിയവനാണെങ്കിലും ശരി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി, അവർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അടിമയോ സ്വതന്ത്രനോ ആരാണെങ്കിലും ശരി, അവർക്ക് അത് കൊടുക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ അത് കൊടുത്തത് ബാധ്യത നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം പെരുന്നാൾ അടുത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ആഘോഷത്തെക്കുറിച്ച് സൂചിപ്പിച്ചെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്നു. അന്ന് അവർക്ക് 2 ആഘോഷ ദിവസങ്ങൾ എന്ന അവരതിൽ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന 2 ദിവസങ്ങൾ ആ മദീനക്കാർക്കുണ്ടായിരുന്നു. ഫഖാല മാ ഹാദാനിൽ യൗമൻ, ഈ 2 ദിവസങ്ങൾ ഏതാ, എന്താ ഇപ്പൊ നിങ്ങൾ ഈ സന്തോഷിക്കുന്ന 2 ദിവസങ്ങൾ? ഖാലു, അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലം മുതലേ ഞങ്ങൾ ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന 2 ദിവസങ്ങളാണത് എന്നവർ പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകുമാ ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അൽഹാ വ യൗമൽ ഫിത്ർ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് 2നും പകരമായും കൊണ്ട് നിങ്ങൾക്ക് 2 ആഘോഷങ്ങൾ നൽകിയിട്ടുണ്ട്. യൗമുൽ അൽഹാ എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളും യൗമുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ പറയപ്പെടുന്ന ഫിത്ർ പെരുന്നാളുമാണ്. ഈ 2 ദിവസങ്ങളാണ് ഈ സന്തോഷ ദിവസങ്ങളായി നിങ്ങൾക്കുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. പെരുന്നാൾ നമസ്കാരത്തിന് നമ്മൾ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. പെരുന്നാളിൻ്റെ അന്ന് കുളിക്കുക എന്നുള്ളത് നാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു കാന യഗ്തസിലു യൗമൽ ഫിത്രി ഖബ്ല അൻ യഗ്ദുവ ഇലൽ മുസല്ല, നമസ്കാര സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കുളിക്കുമായിരുന്നു. കുളിച്ച് വൃത്തിയായതിനു ശേഷമാണ് പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടേണ്ടത്. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് അന്നത്തെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. നല്ല വസ്ത്രം ധരിക്കുക, അത് പുതിയത് തന്നെ ആവണമെന്നില്ല. ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഒരു വസ്ത്രം കാണിച്ചുകൊണ്ട്, ഒരു ജുബ്ബ കാണിച്ചുകൊണ്ട്, പ്രവാചകരെ നിങ്ങൾ ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ ഒരു വസ്ത്രം വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്തഅ ഹാദി, ഇത് നിങ്ങൾ വാങ്ങിക്കോളൂ റസൂലേ, തജമ്മൽ ബിഹാ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രൂപത്തിൽ അലങ്കരിച്ചുകൊണ്ടുള്ള വസ്ത്രമാക്കി അത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. തജമ്മൽ ബിഹാ ലിൽ ഈദി വൽ വുഫൂദ്, നിവേദക സംഘങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോഴും പെരുന്നാൾ ദിവസങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റുന്ന നല്ലൊരു വസ്ത്രമാണ് റസൂലെ, ഇത് നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ വസ്ത്രം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയം ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുമുഅയുടെ അന്നും അതേ രൂപത്തിൽ പെരുന്നാൾ ദിവസങ്ങളിലും ധരിക്കാനായിട്ട് ഒരു പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചില ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പെരുന്നാളിൻ്റെ അന്നും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കുന്ന ഒരു പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വസ്ത്രം ഈ ദിവസങ്ങളിൽ ധരിച്ചിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം സുഗന്ധം പൂശുക എന്നുള്ളത്, അതൊക്കെ ഇന്ന് നമ്മുടെ നാടുകളിൽ സർവ്വസാധാരണമായിട്ടുണ്ട്. സുഗന്ധം പൂശുക എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയും, നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ അറിവുള്ളവരിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞാൽ അറിവുള്ള മുൻഗാമികളായ ആളുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്താക്കിയിരുന്നു. എല്ലാ പെരുന്നാളിനും നല്ല വസ്ത്രവും സുഗന്ധവും പൂശുക എന്നുള്ളത് അവർ സുന്നത്താക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ ഈ വിഷയത്തിൽ സ്ത്രീകളുടെ വശങ്ങളിലേക്ക് പോകുമ്പോൾ അവര് സുഗന്ധം പൂശുക എന്നുള്ളത് സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. സുഗന്ധം പൂശുന്നൊരു സഹോദരി, അവൾ സുഗന്ധം പൂശാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാഗം സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാര് സുഗന്ധം പൂശാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ല
ഉള്ളതിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യാം. പിന്നെ പെരുന്നാളിലേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പെരുന്നാൾക്കും 2 രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യതഅമ. ഭക്ഷണം കഴിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ചെറിയ പെരുന്നാൾക്ക് മുസല്ലയിലേക്ക് പോകുമായിരുന്നില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷമേ പോവുകയുള്ളൂ. വല യതഅമു യൗമൽ അദ്ഹ. ബലി പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കുകയുമില്ല. ഹത്താ യുസല്ലിയ. നമസ്കരിക്കുന്നത് ബലി പെരുന്നാൾക്ക് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചത്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത്. ആ സുന്നത്ത് അനുധാവനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ചെറിയ പെരുന്നാൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പള്ളിയിലേക്ക് അല്ലെങ്കിൽ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടേണ്ടത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചര്യ. വേറെ ഹദീസ് ഇത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലാ യഖ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തമറാത്തിൻ. തമ്രത്തുകൾ, കാരക്കകൾ കഴിക്കാതെ ചെറിയ പെരുന്നാൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രഭാതത്തിൽ പോകാറുണ്ടായിരുന്നില്ല. എന്നിട്ട് പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സൂചിപ്പിക്കുകയാണ്, വയകുലുഹുന്ന വിത്ര. ഒറ്റയായും കൊണ്ടായിരുന്നു അത് തിന്നിരുന്നത്. ആ കാരക്ക തന്നെ കഴിക്കുമ്പോൾ ഒറ്റയാക്കിക്കൊണ്ടാണ് തിന്ന് 1, 3, 5 ആ ലെവലിൽ ഒറ്റയാക്കിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നത്. അതും അതിൻ്റെ ഒരു സുന്നത്തിൽപ്പെട്ടതാണ്. പിന്നെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് ചൊവ്വാലിന്റെ പിറ കണ്ടതു മുതൽ പെരുന്നാൾ നമസ്കാരം നടക്കുന്നത് വരെ തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. പുരുഷന്മാരും കുട്ടികളും ശബ്ദമുയർത്തി ചൊല്ലുമ്പോൾ സ്ത്രീകൾക്കത് ശബ്ദം താഴ്ത്തിക്കൊണ്ട് നിർവഹിക്കാവുന്നതാണ് എന്നാണ് പ്രവാചകന്റെ അനുചരന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പുരുഷന്മാരായ ആളുകൾ അങ്ങാടിയിലേക്ക് പോവുകയും അങ്ങാടിയിലേക്ക് തക്ബീർ മുഴക്കിക്കൊണ്ട് പോകുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും ഒക്കെ അങ്ങാടിയിലേക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ട് പോവുകയും ആ തക്ബീർ ചൊല്ലുന്നത് കേട്ടിട്ട് അങ്ങാടിയിലുള്ള ആളുകൾ തക്ബീർ ഉറക്കെ ചൊല്ലുകയും ചെയ്യുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് അത് ഈദ്ഗാഹുകളിൽ വെച്ചുകൊണ്ടാണ്. ഒരു സന്ദർഭത്തിൽ മഴയുണ്ടായ സന്ദർഭത്തിൽ മാത്രമാണ് പ്രവാചകൻ പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചത്. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ പ്രവാചകൻ ഈദ്ഗാഹുകളിൽ വെച്ചുകൊണ്ടാണ് നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ മഹല്ലിലും ഇൻഷാ അല്ലാഹ് ഈ പെരുന്നാൾക്ക് പെരുന്നാൾ നമസ്കാരമുണ്ട്. ഈദ്ഗാഹിനുള്ള സൗകര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആ സൗകര്യങ്ങൾ ലഭിച്ചാൽ ഈദ്ഗാഹിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരം ഉണ്ടാകും. അല്ല എങ്കിൽ, സൗകര്യം ലഭിക്കുന്നില്ല എങ്കിൽ, അതിന് യോജിച്ചൊരു മൈതാനം നമുക്ക് യോജിക്കുന്നത് കിട്ടുന്നില്ല എങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നതാണ്. സമയം നിശ്ചയിച്ചത് 7:30 മുഴുവൻ ആളുകളും ആ സന്ദർഭം സമയം നോക്കിക്കൊണ്ട് നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹല്ലിൽ ഈദ്ഗാഹ് അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരമുണ്ട്. ഈദ്ഗാഹിന് സൗകര്യം കിട്ടിയാൽ അങ്ങനെ നമ്മൾ നിർവഹിക്കും. അല്ല എങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ആണ്. ഏതായാലും 7:30 നമസ്കാരം ആരംഭിക്കുക. നമസ്കാരത്തിന്റെ സമയം 7:30 നിശ്ചയിച്ചിട്ട് ഉണ്ട് എങ്കിൽ ആ സന്ദർഭത്തിൽ അത് നിർവഹിക്കും. അന്ന് കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ കാത്തിരുന്നോളും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും നിൽക്കാൻ പാടില്ല. നേരത്തെ ഈദ്ഗാഹിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. പോകേണ്ട രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാന മിൻ സുന്നത്തിൽപ്പെട്ടതാണ് അൻ തഖ്റുജ ഇലൽ ഈദി മാശിയ. നടന്നുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോവുക, പെരുന്നാൾ നമസ്കാരത്തിന് പോവുക എന്നത് സുന്നത്താണെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾക്ക് വാഹനത്തിൽ പോകാൻ പാടില്ലേ? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറയുന്ന അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ മുസല്ലയിലേക്ക് നടക്കുമായിരുന്നു. ഞങ്ങളുടെ സ്ഥലം അതിനടുത്തായിരുന്നു. ഈദ്ഗാഹിന് മുസല്ലയുടെ അടുത്തുള്ള ഞങ്ങള് അങ്ങോട്ട് നടന്നു പോകുമായിരുന്നു. എന്നാൽ ദൂരെയുള്ള ഒരാൾക്ക് വാഹനത്തിൽ വരികയാണ് എങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈദ്ഗാഹിലേക്ക് നേരത്തെ എത്താൻ ശ്രമിക്കുക. പെരുന്നാൾ നമസ്കാരം അത് നമുക്കൊക്കെ അറിയുന്ന 2 റക്അത്താണ്. അത് ഏറ്റവും നേരത്തെ നിസ്കരിക്കുക
എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഈദ്ഗാഹ് ആണെങ്കിൽ അവിടെ എത്തിക്കൊണ്ട് 2 റക്അത്ത് സുന്നത്ത്, അങ്ങനെ ഒരു സുന്നത്ത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഖർജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഈദിൻ, ഈദിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുറപ്പെട്ടു. ഫസല്ല റക്അത്തൈൻ, 2 റക്അത്ത് നമസ്കരിച്ചു. ലം യുസല്ലി ഖബ്ലു വലാ ബഅദു, അതിന് മുമ്പോ ശേഷോ വേറെ നമസ്കാരമൊന്നും നിർവഹിച്ചിട്ടില്ല. പള്ളിയിലാണെങ്കിൽ പള്ളിയിലേക്ക് കയറുമ്പോൾ തഹിയ്യത്ത് നമസ്കാരമുണ്ട്. ഈദ്ഗാഹിലാണ് എങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ഈ 2 റക്അത്തുകൾ സുന്നത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളത് അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെരുന്നാൾ നമസ്കാരത്തിലേക്ക് നേരത്തെ ഇറങ്ങുക, പെരുന്നാൾ ഖുതുബ കേട്ടതിന് ശേഷം മടങ്ങിപ്പോവുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ സുന്നത്തുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നോമ്പിന് നേടിയ തഖ്വ അത് വിട്ടുകളയാൽ ശക്തമായി പിരിച്ചെടുത്തൊരു കയറ് പിരിയുടച്ച് കളയുന്നവളെ പോലെ നിങ്ങൾ തീരരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയത്തോതിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നേടിയ തഖ്വ നിലനിർത്തുക. തുടർന്നുള്ള ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവാവട്ടെ നമ്മുടെ ഈ റമളാൻ എന്ന ആ ഒരു രൂപത്തിൽ ചിന്തയിൽ കൂടുതൽ ഇബാദത്തുമായി മുന്നോട്ട് പോകുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പെരുന്നാൾ അടുത്തു വന്നിരിക്കുന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ റമളാൻ അതിൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ പ്രാർത്ഥനകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ഒരു റമളാൻ കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 മാസം വരെ അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ, ഞങ്ങൾ ചെയ്ത ഈ അമലുകൾ ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. സഹോദരന്മാരെ, ഈ ഒരു കഴിഞ്ഞ റമളാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. ആ ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്കതിനു വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളെയെല്ലാം നമ്മൾ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവരെ ഒന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. കഴിഞ്ഞ റമളാനുകളിൽ നമ്മൾ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന രൂപത്തിലുള്ള ഇഫ്താറുകൾ നമ്മുടെ ഈ പള്ളിയിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഇഫ്താറുകൾക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. 1000-ഉം 10,000-ഉം അതിലധികവുമൊക്കെ സംഭാവന നൽകിയ ആളുകളുണ്ട്. അവരൊക്കെ ആഗ്രഹിച്ചത് റബ്ബിൻ്റെ ആ ഒരു പ്രതിഫലം മാത്രമാണ്. സഹോദരന്മാരെ, ആ ആളുകളെ നമ്മുടെ ഈ ദിനങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ നിരന്തരമായി ഓർക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്ന സന്ദർഭത്തിൽ ആ ദിനങ്ങളിൽ രാത്രി അത്താഴമൊരുക്കാൻ വേണ്ടി സഹകരിച്ച ആളുകളുണ്ട്. നമ്മുടെ പള്ളി അത് വളരെ വൃത്തിയോടുകൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ച പണിയെടുത്ത ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്തേക്ക് അവർക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന സ്വാലിഹായ ഒരു കർമ്മമായി നാഥ ഈ പ്രവർത്തനങ്ങൾ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നൊക്കെ നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനിയുള്ള ജീവിതത്തിലും ഈ ഒരു കൂട്ടായ്മയിലൂടെ ഈ ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഈ റമളാൻ 2-3 ദിവസം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ അതിന് ശേഷമുള്ള ദിവസങ്ങളിലും 5 വക്ത് നമസ്കാരം, 5 നേരമുള്ള നമസ്കാരം നമ്മുടെ പള്ളികളിലുണ്ടാകും. അതിനുശേഷവും രാത്രിയുള്ള ആ നമസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിലില്ല എങ്കിലും ഒറ്റയായി നമുക്ക് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ റബ്ബിലേക്ക് അടുക്കുന്ന ആളുകളായി നമ്മൾ മാറുക, നിരന്തരം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സക്കാത്ത് നൽകാത്ത ആളുകളുണ്ട് എങ്കിൽ
സംവിധാനം ഇപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉത്തരവാദിത്തം നിർവഹിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർറാഹിമായ നാഥ, നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ വിജയം ഭരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഈ കഴിഞ്ഞ ഒരു മാസം ഞങ്ങൾ നേടിയ ആ ഒരു തഖ്വ, ആ ഒരു സൂക്ഷ്മത, അത് ഇനിയുള്ള 11 മാസവും നിലനിർത്താനുള്ളൊരു തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അർഹമുർറാഹിമായ നാഥ, നാളെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോൾ വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചുകൊണ്ട് സ്വർഗം നേടുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ നിർവഹിച്ച നമസ്കാരവും ഞങ്ങൾ നിർവഹിച്ച നോമ്പും ഞങ്ങൾ പാലിച്ച സൂക്ഷ്മതയും അതെല്ലാം ഞങ്ങളിൽ നിന്നൊരു സാലിഹായ കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഉറക്കൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾക്ക്, ആ ഉറക്കൊഴിച്ചുകൊണ്ട് ചെയ്ത ആ ഇബാദത്തുകൾക്ക്, ഉറക്കൊഴിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത ആ ഖുർആൻ പാരായണങ്ങൾക്ക് ഞങ്ങൾക്ക് തക്ക പ്രതിഫലം നൽകണേ റഹ്മാനെ. സൗമും ഖുർആനും നോമ്പും ഖുർആനും സാക്ഷിയായി വരുമെന്ന് പറഞ്ഞ നാഥ, ഞങ്ങളുടെ ഈ നോമ്പും ഞങ്ങൾ ചെയ്ത ആ പാരായണവും പരലോകത്തേക്ക് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാക്കണേ റഹ്മാനെ. ഈ ഖുർആൻ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന പടച്ച റബ്ബേ, ഇവൻ എനിക്ക് വേണ്ടി അവന്റെ രാവിനെ ജീവസുറ്റതാക്കിയവനാണ്, രാവിൽ ഉറക്കൊഴിച്ചുകൊണ്ട് എന്നെ പാരായണം ചെയ്തവനാണ്, അവന് വേണ്ടി എന്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന് പറയുന്ന ആ ശുപാർശ ലഭിക്കുന്ന ആളുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റഹ്മാന്. ആ ഖുർആനിന്റെ ആളുകളായി ഞങ്ങളെ നീ നിലനിർത്തണേ റഹ്മാനെ. രോഗികളായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം ശിഫയും ആശ്വാസവും നൽകണേ റഹ്മാനെ. കഴിഞ്ഞ റമദാനുകളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഈ പ്രാവശ്യം രോഗം കാരണത്താൽ നോമ്പെടുക്കാൻ സാധിച്ചിട്ടില്ല. നാഥ, അവർക്ക് തക്ക പ്രതിഫലം നൽകണേ റഹ്മാനെ. ക്ഷമിക്കാനുള്ളൊരു തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.